ഇന്ന് പലരും പുറമേ കപടമായ ഭക്തി കാണിച്ച് തന്നെത്താൻ വഞ്ചിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരെ യേശു അങ്ങേയറ്റം വെറുത്തു. അവരെ യേശു ഉപമിച്ചത് വെള്ള തേച്ച ശവക്കല്ലറയോടാണ്. ഹോശിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് സുവർണ കാലഘട്ടമായിരുന്നു. സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു അത്. മുന്തിരിപ്പഴവും അത്തിപ്പഴവും മാതളവും സമൃദ്ധമായി വിളഞ്ഞ ഒരു കാലഘട്ടം. ശത്രുക്കളായ അസീരിയ, ഈജിപ്ത് എന്ന രാജ്യങ്ങളുടെ ഭീഷണിയെ തകർത്ത ഒരു കാലഘട്ടം. ഇസ്രായേൽ പുറമെ ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞ് ആത്മീയത ഭാവിച്ച് നടന്നു. എന്നാൽ അവരുടെ അകം മുഴുവനും സകല തിന്മകളും നിറഞ്ഞിരുന്നു. അവർ അന്യ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു. യഹോവയുടെ കോപം അവരിൽ വന്നു. ചെറിയ പ്രവാചകനായ ഹോശിയായിക്ക് ദൈവം അരുളപ്പാട് നൽകി. പ്രവാചകനോട് വേശ്യയെ വിവാഹം ചെയ്യുവാൻ കൽപ്പിച്ചു. സത്യദൈവത്തെ മറന്ന് അന്യ ദൈവത്തെ ആരാധിക്കുന്നത് വ്യഭിചാരം പോലെയാണെന്നും അത് കഠിനമായ പാപമാണെന്നും ഹോശയ്യ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തെ അറിയിച്ചു. യഹോവ അവരുടെ വിശ്വാസം എങ്ങനെയുള്ളതെന്ന് കാണിക്കുവാൻ ചില പ്രതിബിംബങ്ങൾ ഉപയോഗിച്ചതായി നാം കാണുന്നു. നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു എന്ന് ഹോശയ്യ 6:4 നാം വായിക്കുന്നു. യഹോവ ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള വാത്സല്യത്തെ ഉപമിച്ചത് പ്രഭാതമേഘത്തോടും മഞ്ഞിനോടുമാണ്. പ്രഭാതമേഘത്തിന്റെ പ്രത്യേകത സൂര്യൻ ഉദിക്കുമ്പോൾ അത് നീങ്ങിപ്പോകും. മഞ്ഞിന്റെ പ്രത്യേകത ചൂട് തട്ടുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളതാണ്? പരീക്ഷകളും മുള്ളുകളും നമ്മെ ഞെരുക്കുമ്പോൾ ശൂന്യമായി പോകുന്നതാണോ നമ്മുടെ വിശ്വാസം? കണ്ണീർ കയങ്ങളിലും അടിപതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്രായേലിന്റെ ജീവിതത്തെ ഉപമിച്ച അടുത്ത ഒരു പ്രതിബിംബം ചൂടുപിടിച്ച അപ്പക്കല്ലിനോടാണ്. യഹോവ പറയുന്നു, അവർ എല്ലാവരും വ്യഭിചാരികൾ ആകുന്നു. അപ്പക്കാരൻ ചൂട് പിടിപ്പിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. ഹോശയ്യ 7:4. ഇസ്രായേൽ പഴുത്തു കിടക്കയാണ്. പഴുത്തു കിടക്കുന്നത് വിശുദ്ധിയിലല്ല, തിന്മയിലാണ്. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. ഹോശയ്യ 4:2 ഇസ്രായേൽ ജനം ദൈവ ജനമെന്ന് സ്വയം അഹങ്കരിക്കുകയും സകലവിധ തിന്മകളും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ തിന്മകളെ ശാസിച്ചുകൊണ്ട് ഹോശയ്യ പ്രവാചകൻ വഴി യഹോവ അരുളപ്പാട് നൽകി. ദൈവം കരുണാമയനാണെന്നും ജനത്തോട് മടങ്ങി വരണമെന്നും ഹോശയ്യ അരുളപ്പാട് നൽകുന്നു. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഹോശയ്യ 6:1-2 നമ്മുടെ അന്തരംഗം ശോധന ചെയ്യണം. ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ നീക്കം ചെയ്യണം. ബാഹ്യമായ ആത്മീയതയാണോ നമുക്കുള്ളതെന്ന് നാം പരിശോധിക്കണം. കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവമക്കളായി അത് നമ്മെ തീരുവാൻ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com